ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അമ്പിളിയാണെങ്കിൽ നെയിൽ പോളിഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇനി ഏട്ടനോടൊപ്പം ജീവിക്കില്ല എന്നാണോ തീരുമാനിച്ചിരിക്കുന്നത്? ചേച്ചി സമാധാനത്തോടെ ആലോചിക്കേ, 2 മക്കളുള്ളതല്ലേ, മക്കൾ എൻ്റെ മാത്രമല്ലല്ലോ, അയാളുടെ കൂടിയുള്ളതല്ലേ, അയാൾ നോക്കട്ടെ, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നു. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നത് കേട്ടിട്ട് അങ്ങനെ മീനാക്ഷി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നെ ഗോപിയും ലക്ഷ്മിയും ചേർന്ന് അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്പിളി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഗോപി ചോദിക്കുന്നുണ്ട്, അല്ല എന്തായി നിൻ്റെ പ്രശ്നങ്ങൾ? ഒരു പൊട്ടിത്തെറിപ്പൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് ഇരുന്നതാണ്, ഇപ്പം എന്താ പുതിയ പ്രശ്നം? അതെ അച്ഛാ, എനിക്ക് അയാളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. അതെന്താ കാരണം എന്നാ ചോദിച്ചു. അയാളെ കണ്ട പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ട്, അത് നീ കണ്ടോ? എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഇനി എന്ത് തെളിവാ? അയാളെ കൊഴിഞ്ഞ് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടതാ നേരിൽ. അല്ല എന്താ സംസാരിച്ചെന്ന് നീ കേട്ടോ? എന്തിനാ കേൾക്കുന്നത്? ഞാൻ കണ്ടു. എനിക്ക് എന്തായാലും ഇനി അയാൾക്കൊപ്പം ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഡിവോഴ്സ് വേണം. ഇത് കേട്ട് ഗോപിയും ലക്ഷ്മി ചേച്ചിയും ആകെ ഷോക്കാവുന്നു. അവിടേക്ക് മീനാക്ഷിയും വരുന്നിട്ട്, മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊന്നും ശരിയാവില്ല, നിങ്ങൾ സംസാരിച്ച് ശരിയാക്കണമെന്നൊക്കെ ഗോപി പറയുമ്പോൾ അങ്ങനെ അനന്തവും അങ്ങോട്ട് വരികയാണ്. അനന്തമാണെങ്കിൽ അമ്പിളിയെ കാണുമ്പോൾ തന്നെ ഒരു ചിരിയോട് കൂടിയിട്ട് വരുന്നുണ്ട്. അമ്പിളിക്കാണെങ്കിൽ അവനെ കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അനന്ത് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി 6-7 മാസത്തെ സുഖജീവിതത്തിന് ശേഷം ഇനി എന്താ പ്രശ്നം? എനിക്കറിയാടാ നീ എന്നെ കളിയാക്കുന്നു, എല്ലാവരും ചേർന്ന് എന്നെ കളിയാക്കിക്കോ, പക്ഷെ ആരും എൻ്റെ സൈഡ് നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ ഞാൻ കളിയാക്കിയതെന്നല്ല, കാര്യം ചോദിച്ചതാണ്. പിന്നെ മീനാക്ഷി, എൻ്റെ ചേച്ചിയുടെ ജീവിതം കണ്ട് മാത്രം പഠിക്കരുത് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ സ്വഭാവം ഒപ്പിയെടുക്കാനും നോക്കട്ട. എന്തെന്ന് വെച്ചാൽ ജീവിതം കുളം തോണ്ടും, അതാ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് അനന്ത് വേണമെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. കണ്ടില്ലേ അവനെന്നെ കളിയാക്കുന്നത് കണ്ടില്ലേ? ഒരു സങ്കടം വന്നാൽ ഞാൻ വേറെ എവിടേക്കാണ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിളിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അങ്ങനെ മീനാക്ഷിക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. പിന്നീട് തുളസീധരനാണെങ്കിൽ തൻ്റെ അന്നത്തെ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് ഒന്ന് ശാന്തനായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. അയാൾ വിചാരിക്കുന്നത് തൻ്റെ മക്കളാണെന്നാണ്. പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമോഹനാണ് വിളിക്കുന്നത്. തുളസീധരനാണെങ്കിൽ ആദ്യം ഫോൺ എടുക്കുന്നില്ല. ആകെ ഒരു വല്ലാത്ത ടെൻഷനാണ് ഉണ്ടാവുന്നത്. പിന്നീട് രണ്ടും കൽപ്പിച്ച് ഫോൺ എടുക്കുകയാണ്. എന്താണ് തനിക്ക് വേണ്ടത്? തന്നോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ? ചേട്ടാ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ ഒരു സാധനം ചേട്ടൻ്റെ കയ്യിലാണെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് തുളസി പറയുന്നുണ്ട്, നിങ്ങളുടെ ഒന്നും തന്നെ ഞങ്ങൾ പിടിച്ചടക്കി വെച്ചിട്ടില്ല, ഉള്ളതൊക്കെ ഞങ്ങളുടേതാണെന്ന് പറയുന്നു. അത് ചേട്ടന് അങ്ങനെയൊക്കെ പറയാം. നല്ല വാക്കിൽ ഞാൻ പറഞ്ഞു, ഇനി തനിക്ക് മറ്റേതെങ്കിലും ഭാഷയിൽ കേൾക്കണമെന്ന് ചോദിക്കുമ്പോൾ ഏട്ടൻ ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത് അതേ ഭാഷയിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രമോഹൻ. ഇത് കേട്ടിട്ട് തുളസിക്കാണെങ്കിൽ എന്താ തനിക്ക് വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റുമാനൂർ തൊഴുകാനൊക്കെ പോയി മീനാക്ഷിയെയും കുഞ്ഞിനെയും ലക്ഷ്മിച്ചിറ്റയെയും ഗോപിച്ചെറിയച്ചിനെയും പിന്നെ അവിടുത്തെ അനന്തുവിനെയും അമ്പിളിയെയും ഒക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നു. അങ്ങനെ തുളസിയാണെങ്കിൽ ചന്ദ്രമോഹൻ ഇത് പറയുമ്പോൾ ഷോക്കാവുകയാണ്. തുളസിക്ക് മനസ്സിലാവുന്നുണ്ട് ആരൊക്കെയോ തങ്ങളുടെ പിന്നാലെയുണ്ടെന്ന്. എന്തായാലും നമ്മുടെ മീനാക്ഷിയെയും കല്ലുമുളയെയും അവരുടെ വീട്ടിൽ താമസിപ്പിച്ചത് ഒട്ടും ശരിയായില്ല. പോലീസും മറ്റും അങ്ങോട്ട് അയക്കുന്നത് ശരിയല്ല. കാരണം ഈ ഗോപിനാഥൻ എന്ന് പറയുന്നത് ഒരു സാധുവായിട്ടുള്ള മനുഷ്യനാണ്. അവരൊരു സന്തുഷ്ട കുടുംബമാണ്. അതുകൊണ്ടേ മീനാക്ഷിയെയും കുഞ്ഞിനെയും ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. എൻ്റെ പേരക്കുട്ടിയുടെയും മകളുടെയും കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തോളാം എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ മകളുടെ കാര്യത്തിൽ ചേട്ടൻ തീരുമാനിച്ചു, പക്ഷേ കല്ലു അത് ഞങ്ങളുടെ മോളാണെന്ന് പറയുകയാണ്. ആര് പറഞ്ഞു അങ്ങനെ? ആര് പറയാനാ? എല്ലാ വശാലും ഞങ്ങളുടെ മോൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്ക് തീരുമാനത്തിലെത്തണം. മീനാക്ഷിയെയും കുഞ്ഞിനെയും കൊണ്ടുവന്ന് വീട്ടിലേക്ക് ഇരുത്താൻ നോക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രമോഹനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ തുളസിക്കാണെങ്കിൽ ഇത് കേട്ട് വല്ലാത്തൊരു തലവേദനയാണ് ഉണ്ടാകുന്നത്. പിന്നെ പ്രസന്നയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അതേ കല്ലുമോള് വാശിയില്ലെങ്കിൽ മീനാക്ഷി ഉറപ്പായിട്ട് ചിറ്റയെ അടുക്കളയിൽ സഹായിക്കും. അതിപ്പോൾ നമ്മുടെ മോൾക്ക് പറഞ്ഞു കൊടുക്കണ്ടല്ലോ എന്നൊക്കെ തുളസിയോട് പ്രസന്ന പറയുമ്പോൾ തുളസിക്കാണെങ്കിൽ അതൊന്നും തന്നെ ചെവിയിൽ പോകുന്നില്ല. എന്ത് പറ്റി? മക്കളാരെങ്കിലും വിളിച്ചോ? മീനാക്ഷിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മീനാക്ഷി അല്ലടി വിളിച്ചത്, മഞ്ജിമയല്ല, പിന്നെ ആരാ വിളിച്ചത്? ആ ചന്ദ്രമോഹൻ. ഇത് കേട്ട് പ്രസന്നയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്ത് ചന്ദ്രമോഹനോ? അതെ, കല്ലുമോളും മീനാക്ഷിയും ഏറ്റുമാനൂർ ഗോപിച്ചെറിയച്ചൻ്റെ വീട്ടിലാണെന്നുള്ള കാര്യം അയാൾ അറിഞ്ഞിരിക്കുന്നു. നമുക്ക് പുറകിൽ ഒത്തിരി ആളുകളുണ്ടടി, എന്തായാലും നമ്മൾ പേടിക്കണം. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? മീനാക്ഷിയെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൊണ്ടുവരണം. നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സംരക്ഷണത്തോളം മറ്റാർക്കും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞിനെ വിട്ടുകൊടുക്കണമെന്നാണോ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ച് തുളസി ദേഷ്യപ്പെടുന്നു. പ്രസന്നയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ് ചെയ്യുന്നത് ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം. അങ്ങനെ അനന്തുവാണെങ്കിൽ തൻ്റെ വീട്ടിലിങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം മീനാക്ഷി ആണെങ്കിൽ ചായയുമായിട്ട് വരുന്നുണ്ട്. അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മയും കല്ലുമോളും അവിടെ ഉറക്കത്തിലാണ്. പിന്നെ പൂന്തോട്ടത്തിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഇത് പൂന്തോട്ടമോ? മീനാക്ഷി എൻ്റെ നഴ്സറി കണ്ടില്ലേ? ഇല്ല, കാണാൻ പറ്റിയിട്ടില്ല, കാണേണ്ടതായിരുന്നു. അല്ല എന്തൊക്കെയാ ശ്രീദേവിയെക്കുറിച്ച് പറയാനുള്ളത്? ഇത് കേട്ടിട്ട്
അനന്തുവിൻ്റെ ആ ഒരു മുഖം തന്നെ വാടിപ്പോവുകയാണ്. ശ്രീദേവി അവളൊരു മഴവില്ലായിരുന്നു, പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. മീനാക്ഷി പ്രണയിച്ചിട്ടുണ്ടോ? അപ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ ഒന്നും പറയാനില്ല. പക്ഷേ ആ മഴവില്ലിന് അത്ര ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുപാട് പിണങ്ങിയിരുന്നു, പക്ഷേ ഒരു നിമിഷം പോലും മിണ്ടാതിരിക്കില്ല, അപ്പം തന്നെ മിണ്ടും. പിന്നെ മഴവില്ല് വന്നതുപോലെ തന്നെ മാഞ്ഞുപോയി. അങ്ങനെ ഇതൊക്കെ കേട്ട് മീനുവിനാണെങ്കിൽ സങ്കടം വരികയാണ്. അതേപോലെ തന്നെ അനന്തുവാണെങ്കിൽ ചായ കുടിക്കാൻ നോക്കുമ്പോൾ അവൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നു. കാരണം ശ്രീദേവിയെക്കുറിച്ച് ആലോചിച്ച് അവനാകെ ടെൻഷനാവുകയാണ്. അങ്ങനെ നമ്മുടെ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ശ്രീദേവിയെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചത്? ഇന്നത്തെ ദിവസം എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമോ? സോറി അനന്തേട്ടാ എന്നിങ്ങനെ പറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് മീനാക്ഷി. ഈ സമയം അനന്തുവാണെങ്കിൽ ആ ചായ കുടിക്കാതെ തന്നെ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ മീനുവാണെങ്കിൽ പിറ്റേ ദിവസം അമ്പിളിക്കരിയിലേക്ക് പോവുകയാണ്. അമ്പിളിയാണെങ്കിൽ എന്തോ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താ ചേച്ചി പലഹാരം? അമ്മയുണ്ടാക്കിയ പലഹാരം നിനക്ക് വേണോ? ഇത് കഴിച്ചേക്കെന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട, കടയിൽ നിന്നും വാങ്ങുന്നതിൻ്റെ ഒത്തിരി രുചിയാണെന്നൊക്കെ പറയുമ്പോൾ വേണ്ട, ചേച്ചി കഴിച്ചോ. ചേച്ചി പിന്നെ ചേച്ചി ഡിവോഴ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചോ? അതേടി, എനിക്ക് അയാളെ വേണ്ട. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമോ? കുഞ്ഞുങ്ങളുടെ കാര്യം എന്താ? അയാൾ നോക്കിക്കോട്ടെ, അയാളുടെ മക്കളല്ലേ അത്. ചേച്ചിക്ക് എന്താ അവിടെ പ്രശ്നം? എടി, ഞാനൊരു ദിവസം അടുക്കളയിൽ കയറി, അപ്പോൾ ദോശ ചെറുതായിട്ടൊന്ന് കരിഞ്ഞുപോയി. ഒരു കറി ഉണ്ടാക്കിയപ്പോൾ അത് അടി പിടിച്ചു. എല്ലാവരും ചേർന്ന് തന്നെ കളിയാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആർക്കായാലും തെറ്റുപറ്റി പോയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇതാണോ ചേച്ചി പ്രശ്നം? അല്ലല്ല, പല പ്രശ്നങ്ങളുണ്ട്. എനിക്കെന്തായാലും അയാൾക്കൊപ്പം ജീവിക്കാൻ പറ്റില്ല, ഞാനിനി ഇവിടെയാ ജീവിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതിട്ട് മീനാക്ഷി പറയുന്നുണ്ട്, ചേച്ചി ഒരു അമ്മയാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും അയാൾക്കൊപ്പം പോകണം. അതൊക്കെ വെറുതെ അടി. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു അമ്മയാണ്. എൻ്റെ കല്ലുമോളുടെ കാലിലൊരു മുള്ളു കൊണ്ടാൽ പോലും എനിക്കാണ് വേദനിക്കുക. അപ്പം ചേച്ചിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ആണുങ്ങൾ വെറുതെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണ്, അവരുടെ അടിമയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറൊന്നും അല്ലെന്ന് പറയുന്നു. എന്തായാലും ചേച്ചി നല്ലൊരു ഭാര്യയാവണ്ട, പക്ഷേ അമ്മയാവാൻ നോക്കണമെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ആണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അമ്പിളി ചിന്തിക്കുന്നുണ്ട്, അമ്മയാവാനോ? 2 പിള്ളേരെ പറ്റ ഞാനെന്തിനാ ഇനി അമ്മയാവുന്നത്? അതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ആ പലഹാരം വീണ്ടും കഴിക്കുകയാണ്. അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ തുളസീധരൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ കല്ലുമുള ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.